ഉണ്ണിയമ്മേ കുമ്പടി വന്നു. നിങ്ങളുടെ പാർട്ടിയുടെ ആളുകൾക്ക് മാത്രമാണോ എന്ന് പറയാൻ വേണ്ടി അത് കണക്ഷൻ കട്ട് ചെയ്ത് രണ്ടാമത് പുനഃസ്ഥാപിച്ചില്ലെന്ന് പറയാൻ വേണ്ടി നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ഞാൻ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. 199 രൂപ അടയ്ക്കാഞ്ഞിട്ട് എൻ്റെ വീട്ടിലെ പീസ് ഊരി കൊണ്ടുപോയി, മീറ്ററും കാര്യങ്ങളൊക്കെ ഊരി കൊണ്ടുപോയി. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ 199 ഉറുപ്പ്യ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ ആ 199 രൂപ അടച്ചു. അടച്ചപ്പോൾ എന്നാ കണക്ഷൻ തരാ ചോദിച്ചപ്പോൾ ഛർദിച്ച് ഞങ്ങൾ തിന്നാറില്ല പറഞ്ഞു. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. എന്താ സാറേ അങ്ങനെ പറഞ്ഞേ ചോദിച്ചു. പേര് കൂടി ഒന്ന് പറഞ്ഞേ. ബാലകൃഷ്ണൻ, ചേലക്കര. ബാലകൃഷ്ണൻ. അപ്പൊ എന്താ അത് അങ്ങനെ ചെയ്ത ചോദിച്ചപ്പോ പറഞ്ഞു, ഇനി ഈ കറണ്ട് തരാൻ പറ്റില്ല, ഇനി നിങ്ങൾ വേണമെങ്കിൽ പുതിയ കണക്ഷൻ എടുത്തോളിയും പറഞ്ഞു. അപ്പൊ എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? പൈസ അടയ്ക്കാനുള്ളത് അടച്ചില്ലേ, പിന്നെ നിങ്ങൾ ഈ മീറ്റർ സാധനങ്ങൾ ഊരി കൊണ്ടുവരുമ്പോൾ നിങ്ങളത് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ സാറേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് KSEB ഇങ്ങനെ ചെയ്യാൻ പറ്റും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ കേരളത്തെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് അല്ലേ ബിനോയ് സാറേ? എന്നിട്ട് ഞാന് നമ്മുടെ മന്ത്രിയുടെ വടക്കാഞ്ചേരി കരുതലും കൈത്താങ്ങലും സാറേ അദ്ദേഹത്തിന് പറയാനൊരു വേദി കിട്ടിയപ്പോ അദ്ദേഹം വന്നു. വടക്കാഞ്ചേരി പള്ളിയിൽ വെച്ച് കരുതലും കൈത്താങ്ങലിനും മന്ത്രി K. രാജൻ ഓർഡർ ഇട്ട് തന്നു 10 ദിവസത്തിനുള്ളിൽ ഈ കറണ്ട് കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് ചേലക്കര അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കറണ്ട് മന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും തരാൻ പറ്റില്ല, ഇത് KSEB തീരുമാനിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് സപ്ലൈ ഓഫീസിലേക്ക് ഒരു കടലാസ് ചെയ്തു തരാം, നിങ്ങളുടെ വീട്ടിൽ വൈദ്യുതി ഇല്ല, അതുകൊണ്ട് നിങ്ങൾ സപ്ലൈ ഓഫീസിൽ നിന്ന് മണ്ണെണ്ണ മേടിച്ച് കത്തിച്ച് ജീവിച്ചോളൂ പറഞ്ഞു. രേഖ വേണമെങ്കിൽ ഞാൻ തരാം, അതിലുണ്ട് രേഖകളൊക്കെ. രേഖ വേണോ? രേഖ വേണമെങ്കിൽ അതിലുണ്ട്. രേഖ വേണോ? വിഷയം 195 രൂപ അടച്ചാൽ കണക്ഷൻ തരാമെന്ന് പറഞ്ഞു. 199 അദ്ദേഹം അത് അടയ്ക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല, കണക്ഷൻ കിട്ടിയിട്ടില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനി അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നവർ ആ 199 രൂപ കൂടെ കൊടുക്കുകയാണെങ്കിൽ കണക്ഷൻ കിട്ടും. നമ്മളൊക്കെ വീട്ടിൽ കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഒരു പാവപ്പെട്ട ഒരാളെ ഒരവസരം അദ്ദേഹത്തിന് തുറന്നു പറയാനുള്ള ഒരു അവസരത്തിനായിട്ട് അദ്ദേഹത്തെ എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത്? നിങ്ങളെ മുഖ്യമന്ത്രി പറയുന്നത് വീണ്ടും പോയി ചോദിക്കുന്നത്. അതുപോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്തിനാ? അദ്ദേഹം പറയാനുള്ളത് പറയട്ടെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? 150 രൂപ കണക്ഷൻ തരാമെന്ന് പറഞ്ഞു. 150 രൂപ അടയ്ക്കാനില്ലെങ്കിൽ അദ്ദേഹം അത് എയോട് പറയണം 199 രൂപ അടയ്ക്കാനില്ല. എന്നിട്ട് ഇങ്ങനെയുള്ള മറുപടി യൂണിയന്റെ ആളായിരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ പരിശോധിക്കാം. LDF അല്ലാതെ മറ്റാരുണ്ട് കേരളത്തിൽ ചെയ്യാൻ? LDF അല്ലാതെ നിർത്തി അവമാനിക്കുവാണെന്ന് അദ്ദേഹം അടച്ചിട്ട് കണക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അതാ പറയണ്ട, അല്ലാതെ അദ്ദേഹത്തെ വിളിച്ചോണ്ട് വന്നു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. മുഴുവൻ ബില്ലടച്ചിട്ട് കണക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുവോ? നിങ്ങൾ പറയുമ്പോ വിശ്വസിക്കുന്ന നുണകൾ പാഞ്ഞാൾ പഞ്ചായത്തിലെ 8/134 നമ്പർ വീടിലെ വൈദ്യുതി കണക്ഷൻ സംബന്ധിച്ച്
നമ്മള് ഇനി മറ്റേ ശങ്കരാടിയുടെ രേഖയല്ല, ഇത് ഒറിജിനൽ രേഖയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ എന്താണെന്ന് അവിടെ പരിശോധിക്കാം. അല്ലല്ല, അദ്ദേഹം നുണ പറഞ്ഞു എന്നാണ് ബിനോയ് പറഞ്ഞത്. അത് ശരിയല്ല. ഒരു വയസ്സായിട്ടുള്ള ഒരാൾ അത് ശരിയല്ല. അതെല്ലാം മറുപടി, അതെല്ലാം ശ്രീ ബിനോയ്, ചേലക്കര കോൺഗ്രസ് ഉണ്ട്, അതുകൊണ്ട് കോൺഗ്രസിനോട് പോയി പറയണമെന്നില്ല. നിങ്ങളാണ് ഭരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം നിങ്ങളാണ് ഭരിച്ചത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇതുപോലുള്ള പാവപ്പെട്ടവർ ഇത്തരം വേദികളിൽ അവരുടെ ഗ്രീവൻസസ് പറയുമ്പോൾ അത് അഡ്രസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഭരണത്തിലിരിക്കുന്നവരുണ്ട്. അല്ലാതെ കോൺഗ്രസിനോട് പറയാം, ബിജെപിയോട് പറയുന്നില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അദ്ദേഹം ആദ്യം പറഞ്ഞെന്താ, ഞാൻ 199 രൂപ അടയ്ക്കാണ്ടായിരുന്നു, എന്റെ കണക്ഷൻ കട്ട് ചെയ്തു. അങ്ങനെയല്ല പറഞ്ഞത്. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. അടച്ചു എന്ന് പറഞ്ഞു. കേൾക്കാത്ത പോലെ നടിക്കുന്നതാണ്. കാര്യം പറഞ്ഞു. ഈ അദ്ദേഹത്തെ വിളിച്ചുകൂടെ കൊണ്ടുവന്നുള്ള ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. അദ്ദേഹം പറഞ്ഞു മന്ത്രിക്ക് പരാതി കൊടുത്തു, മന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് നടന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞ എന്താ, പിന്നെ കോൺഗ്രസ്സുകാരനോടാണോ പറയണ്ടേ? കണക്ഷൻ പൈസ അടയ്ക്കാത്തോണ്ടാണ്. കിട്ടിയാണോ ഇയാളെ? ഒരു മിനിറ്റ് ഈ ബിനോയ് പറഞ്ഞു, അദ്ദേഹം ആദ്യം പറഞ്ഞു തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പുറത്തിയാടി. എന്താ ബിനോയെ, ബിജെപിക്കാർക്കോ കോൺഗ്രസ്സുകാരോ ആണെങ്കിൽ കേരളത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെ ആളുകൾക്ക് മാത്രമാണോ വെളിച്ചം കാണാനുള്ള അധികാരമുള്ളൂ, കറണ്ട് കിട്ടാനുള്ള അവകാശമുള്ളൂ എന്ന് പറയാൻ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അത് കണക്ഷൻ കട്ട് ചെയ്ത് രണ്ടാമത് പുനഃസ്ഥാപിച്ചില്ലെന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല. അവിടെ പൊതുപ്രവർത്തകരുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഒരു കാര്യം അദ്ദേഹത്തെ അപമാനിക്കാൻ പറഞ്ഞു. പിന്നെ ചൂടാണ്ട് AC ഇല്ല, അതോ അങ്ങനെ പറയരുത് ബിനോയ്, പ്ലീസ്. നിങ്ങൾ ഈ പിണറായി വിജയന്റെ സമീപനാണോ എല്ലാ സഖാക്കൾക്കും? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.